ഹലോ ഗൈസ്, നിങ്ങൾക്ക് ക്യാറ്റ് ഫിഷ് എന്താണെന്ന് അറിയാവോ? അത് നമ്മുടെ നാട്ടിലെ മുഷിയാണ്. നമുക്കൊന്ന് മുഷി ഫ്രൈ ചെയ്ത് നോക്കിയാലോ? അപ്പോൾ നമുക്ക് എങ്ങനെ ക്യാറ്റ് ഫിഷിനെ പിടിക്കാമെന്നും എങ്ങനെ ക്ലീൻ ചെയ്ത് ഫ്രൈ ചെയ്യാമെന്നും നമുക്ക് കാണാം. വരൂ ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ പറഞ്ഞ ആ കുളം. ഈ കുളത്തിലൊരു 10ഓളം ക്യാറ്റ് ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ അണ്ണൻ്റെ തൊട്ടടുത്ത വീട്ടിൽ തന്നെയാണ് നമ്മുടെ അണ്ണൻ താമസിക്കുന്നത്. അണ്ണൻ്റെ വീട്ടിലെ കുളത്തിലുള്ളതാണിത്. ഇത് പിടിച്ച് സഹായിച്ചത് അണ്ണൻ്റെ മോനാണ്. നമ്മളെ കൊണ്ട് പിടിക്കാൻ കഴിയുന്നില്ലായിരുന്നു, കാരണം ഭയങ്കര വഴുവഴുപ്പുള്ളൊരു തരം മീനാണിത്. അങ്ങനെ തുണിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് അണ്ണൻ്റെ മോൻ പിടിച്ച് കരയിലിട്ടപ്പോഴേക്കും അങ്ങനെ പെട്ടെന്ന് ചാകുന്ന തരത്തിലുള്ളൊരു മീനല്ല ഇത്. അത് നമുക്ക് മനസ്സിലായത് നമ്മൾ ഈ മീനിനെ പിടിച്ച് കരയ്ക്കിട്ടപ്പോഴാണ് കേട്ടോ. കാരണം ഒരുപാട് നേരം ഈ മീൻ കരയിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഒട്ടും തന്നെ അതിന് ഒരു പ്രയാസവും ഇല്ല. വെള്ളമില്ലാതെ കുറേ നേരം അത് കരയിൽ കിടന്നിരുന്നു. ദൈതാ പോകുന്നതാണ് നമ്മുടെ മുഷി. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയായിരിക്കും, ക്യാറ്റ് ഫിഷ് എന്ന് തന്നെയാണ് ഇതിനെ പറയുന്നത്. നമ്മളിപ്പോൾ അതിനെ പിടിച്ചിട്ട് ഒരു ബക്കറ്റിലാക്കി നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് കൊണ്ടുപോവുകയാണ് വീട്ടിലോട്ട്. ഇതിനെ കൊല്ലാനായിട്ട് ഒരുപാട് പാട് കിട്ടും കേട്ടോ. അടിച്ചാണ് ഇതിനെ കൊന്നതിന് ശേഷം അതിൽ മണ്ണായതുകൊണ്ട് നമ്മളിതിനെ ഒന്ന് കുളിപ്പിച്ചെടുക്കുകയാണ്. ഇതിനെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ നമ്മളിപ്പോൾ കത്തിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കത്തി ഉപയോഗിച്ച് നമ്മൾ അതിനെ മുറിച്ചപ്പോഴേക്കും ഭയങ്കര പാടായിരുന്നു. ഒരു വഴുവഴുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ മുറിക്കാൻ കുറച്ച് പാട് വിട്ടു. മുറിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അതിന് ജീവൻ വന്നു ഗൈസ്. പെട്ടെന്ന് അത് ഇങ്ങനെ പിടയ്ക്കാനായിട്ടൊക്കെ തുടങ്ങി. പിച്ചാത്തി ഉപയോഗിച്ച് എത്ര ശ്രമിച്ചിട്ടും അതിൻ്റെ തൊലി ഇളക്കാൻ പറ്റാത്തത് കൊണ്ട് പക്കുടു എന്ന് പറയുന്നത് ഈ ആയുധം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തൊലി ഇളക്കിയത്. ഈ ആയുധം തന്നത് നമ്മുടെ അണ്ണൻ തന്നെയാണ്. അണ്ണനെ ഒന്ന് പരിചയപ്പെടാം. ഒരുപാട് നേരം ശ്രമിച്ചിട്ടും പക്കുടു ഉപയോഗിച്ചിട്ടും തൊലി കളയാൻ നല്ല പ്രയാസമായിരുന്നു. ലാസ്റ്റ് മീനിനെ കൊല്ലണ്ടായിരുന്നു എന്ന് വരെ തോന്നിപ്പോയി. മീനിനെ കൊല്ലുന്നത് കാണാനായിട്ട് നമ്മുടെ അണ്ണനും ചേച്ചിയും പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നേ. ലാസ്റ്റ് പക്കുടു ഉപയോഗിച്ച് ഏകദേശം കുറച്ച് തൊലി ഇളക്കിയപ്പോഴേക്കും നമ്മുടെ ക്യാറ്റ് ഫിഷ് ഒന്ന് ഉണർന്നിട്ടുണ്ടായിരുന്നേ. ജീവനോടെ തിരിച്ചു വന്നു. പിന്നെ നമ്മുടെ അമ്മ വന്നപ്പോഴാണ് ഈ ഒരു മീനെ കറക്റ്റായിട്ടൊന്ന് ക്ലീൻ ആക്കാനായിട്ട് പറ്റിയത്. അതങ്ങനെയാണല്ലോ, നമ്മുടെ വീട്ടിലെ അമ്മമാർക്കാണല്ലോ അതിൻ്റെ നാക്കറിയാവുന്നുള്ളത്. നമ്മൾ ചുമ്മാ കിടന്ന് വലിച്ചിട്ടും ഒരു പ്രയോജനമില്ല. കൃത്യമായിട്ട് അറിയാമെന്നുള്ളവർ ചെയ്തപ്പോൾ ഭംഗിയായിട്ട് മീനിനെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റി. കാണുന്ന ഈ പച്ച നിറത്തിലുള്ള സാധനം നമ്മുടെ ക്യാറ്റ് ഫിഷിൻ്റെ മുട്ടയാണ് കേട്ടോ. പരു എന്നൊക്കെ നമ്മൾ പറയും. ഇത് നമ്മൾ അവിച്ച് കഴിച്ചു നോക്കി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മുട്ട കണ്ടപ്പോൾ തോന്നിപ്പോയി കൊല്ലണ്ടായിരുന്നു. എത്രയോ കുട്ടികളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. മീനിനെ ക്ലീൻ ചെയ്ത് ഇതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം ചേട്ടനാണ് കേട്ടോ മസാലകളൊക്കെ നന്നായിട്ട് പുരട്ടിയത്. ചേട്ടൻ തന്നെയാണ് മീൻ പൊരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. മീൻ പൊരിച്ചു കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.